ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശനും കിരണും കല്യാണിയും കാർത്തിയൊക്കെ പരസ്പരം കാണുവാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നമ്മുടെ കിരൺ കാർത്തിയോട് ചോദിക്കുന്നുണ്ട്, ഇയാളെ തലയെടുത്ത് വെച്ചാണോ ഇപ്പം നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കാർത്തിയെ തിരിച്ച് കളിയാക്കി പറയുന്നുണ്ട്, അച്ഛന് നല്ല ഭാരമാണ്, തലയിലെടുത്ത് വെക്കാൻ പറ്റത്തില്ല, അതാ നടത്തിക്കൊണ്ട് വരുന്നതെന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും പ്രകാശൻ പൊട്ടിച്ചിരിക്കുവാണ്. എന്നിട്ട് പറയാണ്, ഹാ അത് കൊള്ളാം മോളെ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കിരണും കല്യാണിയും പറയുകയാണ്, അനുഭവിച്ചോളും, അനുഭവിക്കാതിരിക്കുകയില്ല എന്നൊക്കെ ഇങ്ങനെ കാർത്തിയോട് പറയുവാണ്. ആ സമയത്ത് നമ്മുടെ പ്രകാശം പെട്ടെന്ന് കാർത്തിയെ കാണാൻ വേണ്ടി പറയാണ്, നീയൊക്കെ അനുഭവിക്കാൻ പോകുന്നത് ഞാൻ മുണ്ട് മുറുക്കി കഷ്ടപ്പെട്ട് പഠിപ്പിച്ച 2 പെൺമക്കളാണ്, കാണിക്കുന്ന കണ്ടില്ലേ ഇവൻ്റെയൊക്കെ കൂടെ പോയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ കാർത്തിക പ്രകാശിന് സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ കല്യാണിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും അവരവിടുന്ന് വീണ്ടും അവരുടെ പർച്ചേസിന് വേണ്ടി പോവുകയാണ്. കാർത്തിക വാച്ച നമുക്ക് ഷോപ്പിങ്ങിന് പോകാം, ഇവരോടൊന്ന് സംസാരിച്ച സമയം കളയണ്ടെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും അങ്ങ് മാറി നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ കാർത്തിക കല്യാണീനെ സ്നേഹിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കി മനസ്സിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുവാണ് കേട്ടോ. എൻ്റെ അനിയത്തിയുടെ ഭാഗ്യമാണ് ഇങ്ങനെ ഒരു ഹസ്ബൻഡിനെ കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് അവിടെ മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്തൊക്കെ നമ്മുടെ കാർത്തിക പ്രകാശിന് ഒരു ഷർട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യുവാണ്. അപ്പോൾ പ്രകാശൻ പറയുന്നുണ്ട്, മോളെ ഇത് മതി എന്നൊക്കെ നമ്മുടെ കിരണും കല്യാണി കേൾക്കാൻ വേണ്ടി ഉറക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും കിരൺ പറയുകയാണ്, നമുക്ക് പോവാം, നമുക്ക് എടുക്കാനുള്ള സാധനം നമ്മൾ എടുത്തല്ലോ, ഇനി ഇതൊന്നും കണ്ടുകൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് കിരൺ കല്യാണീനെ കൂട്ടിക്കൊണ്ട് പോവാണ്. നമുക്ക് പരിപാടിക്കൊക്കെ പോകണ്ടല്ലോടോ, നമുക്ക് പോകാമെന്നും പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മിയുടെ അടുത്ത് കാർത്തിക വരുവാണ്. അപ്പോൾ കാർത്തികയോട് ലക്ഷ്മി പറയുന്നുണ്ട്, അയാളുടെ മനസ്സ് എനിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കണം, ആ അവസ്ഥയെ കൊണ്ട് നിർത്തണം, എന്നിട്ട് അവസാനം ഞാൻ അതിലോട്ട് കുറച്ച് ചുടുതി വാരി ഇടും എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും കാർത്തിക പറയുകയാണ്, അതൊക്കെ ഞാൻ ഏറ്റമേ, അങ്ങനെ ഒരു അവസ്ഥയെ ഞാൻ കൊണ്ട് എത്തിക്കും, അതുവരെ അയാൾ കുളിർ കോരിയ പോലെ നടക്കട്ടെ എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അതിപ്പോൾ കാർത്തി പറയാണ്, താഴെ വണ്ടിയിൽ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പോട്ടെ, വൈകിട്ട് എന്നിട്ട് അമ്മയുടെ കൂടെ ഡിന്നർ കഴിക്കാൻ വരാമെന്ന് പറഞ്ഞ് കാർത്തി അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും ലക്ഷ്മി ഇങ്ങനെ പ്രകാശനോടുള്ള ദേഷ്യമെല്ലാം മനസ്സിൽ ഇങ്ങനെ കൂട്ടി വെച്ച് ചിന്തിക്കുവാണ്, അയാൾ ഒരു കല്യാണം കഴിക്കാതെ രണ്ടാമത്തെ കുടുംബത്തിനെങ്കിലും അത്താണിയായിരുന്നു ഞാൻ അയാളെ വെറുതെ വിട്ടേനെ, അവൻ്റെ ജീവിതത്തിൽ ഇനി ഞാൻ അവന് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ദേഷ്യപ്പെട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ കാർത്തിക വണ്ടിയെ വന്ന് കയറിയിട്ട് പറയുകയാണ്, അച്ഛന് ഷർട്ടൊക്കെ ഇഷ്ടപ്പെട്ടോ, ഞാൻ ഇച്ചിരി കളർഫുള്ളാണ് സെലക്ട് ചെയ്തത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും പ്രകാശൻ പറയുകയാണ്, ഇനി ഞാനങ്ങനെ കളർഫുള്ളൊന്നും ഇടാറില്ല, പിന്നെ മോളുടെ ഇഷ്ടമായതുകൊണ്ടെന്ന് പറയുമ്പോൾ കാർത്തിക പറയുക, ഞാനല്ല സെലക്ട് ചെയ്തത് അമ്മയാ എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കാർത്തിക പറയാണ്, ഞാനെന്താ ഉദ്ദേശിച്ച് വരുന്നതെന്ന് അച്ഛന് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പ്രകാശൻ മനസ്സിലിങ്ങനെ ചിരിച്ചിരുന്ന് ചിന്തിക്കുവാണ്, നീ എന്താ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷേ അത് നിൻ്റെ മുമ്പിലിരുന്ന് എനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് കാർത്തിക പറയാം, അങ്ങനെ പ്രണയത്തിന് പ്രായമൊന്നുമില്ല അച്ഛാ, അമ്മയ്ക്ക് അച്ഛൻ മെസ്സേജ് അയക്കണം, നമ്പറൊക്കെ ഞാൻ തരാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. എൻ്റെ സ്വന്തം അച്ഛൻ്റെ രൂപമായതുകൊണ്ട് അമ്മയ്ക്ക് അച്ഛനെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ പ്രകാശനങ്ങ് സ്വപ്നം കാണുവാണ്, ഇനിയിപ്പോൾ കാർത്തിക ഫുഡ്സ് എല്ലാം എൻ്റെ ആണല്ലോ, അവരെ കെട്ടിയാണെന്നൊക്കെ ഓർത്തങ്ങ് ചിന്തിച്ച് വളരെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. അപ്പോഴൊക്കെ നമ്മുടെ കാർത്തിക മനസ്സിൽ, താൻ സ്വപ്നം കാണൂടോ തന്നെ, എന്നിട്ട് അവസാനം ഞാൻ മുകളിൽ നിന്ന് എടുത്ത് ഒറ്റ ഏറ് താഴോട്ട് എറിയും എന്നിങ്ങനെ ചിന്തിക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിൽ പ്രകാശം വരുമ്പോഴത്തേക്കും പ്രകാശിനെ കണ്ടിട്ട് പ്രകാശിനമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാണ്. ഇതെന്താടാ പ്രകാശം എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് എന്നാൽ ഒരു സാരി എന്നൊക്കെ പറയുവാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, നിനക്ക് ഭയങ്കര സന്തോഷം ഉണ്ടല്ലോടാ എന്ന് പറയുമ്പോഴത്തേക്കും പ്രകാശം പറയുകയാണ്, കാർത്തിക് എന്നെ കൊണ്ടു നടക്കുന്ന വെറുതെ ഒന്നുമല്ല, അവളും കുറച്ച് ആവശ്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടിട്ടാണ് അമ്മ ഒരു നല്ല സ്വർണ്ണ വിളക്ക് റെഡിയാക്കി വെച്ചോ എന്ന് പറയുമ്പോഴത്തേക്കും പ്രകാശനമ്മ പറയും, ഇനി നീ കല്യാണം കഴിക്കാൻ പോകണോ, അതോ കാർത്തികയുടെ കല്യാണമാണോ, അതോ നീ വീണ്ടും നമ്മുടെ മോനെ കൊണ്ട് കെട്ടിക്കാൻ പോവാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും പ്രകാശം പറയുന്നുണ്ട്, അതൊക്കെ സമയമാകുമ്പോൾ ഞാൻ പറയാം, എൻ്റെ മുഖത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, എന്താടാ പ്രകാശം നീ ചെയ്തേ, ഇപ്പം നീ കണ്ട എൻ്റെ മോനാന്ന് തോന്നുമെന്ന് പറയുമ്പോൾ പ്രകാശിനെ കളിയാക്കിക്കൊണ്ട് പറയാം, ഞാനൊരു ഫേഷ്യലും ചെയ്തു, ഹെയറൊന്ന് മസാജും ചെയ്തു, കുറച്ച് ഇനി പരിപാടിയുണ്ട്, ഇനി നമ്മുടെ സമയം അമ്മയെന്ന് പറഞ്ഞ് പ്രകാശം മുറിയിലോട്ട് പോവാണ് കേട്ടോ. മുറി ചെന്ന് ഓരോന്ന് മേടിച്ച ഡ്രസ്സുകളെല്ലാം മാറി മാറി ഇട്ട് നോക്കുവാണ്. അതിലൊരു ഡ്രസ്സ് പ്രകാശം പറയുവാണ്, ഇത് ഫിക്സഡ് എന്ന് പറഞ്ഞൊരു നീല ജുബ്ബ പോലത്തെ ഒരു ഡ്രസ്സ് എടുത്തിട്ട് സെൽഫി എടുക്കുവാണ് കേട്ടോ. എന്നിട്ട് കാർത്തിക പറഞ്ഞ പോലെ കാർത്തികയുടെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സെൽഫി എടുത്ത് അയക്കുവാണ്. അത് നമ്മുടെ ലക്ഷ്മിക്ക് കിട്ടുവാണ് കേട്ടോ. ഈ ലക്ഷ്മി ഈ ഫോട്ടോ കാണുമ്പോൾ ലക്ഷ്മിക്ക് ഭയങ്കര ദേഷ്യമാവുകയാണ്. ലക്ഷ്മി മനസ്സിലെ പണ്ടത്തെ വൈരാഗ്യവും ഇനി പ്രകാശനോട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.